വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും 9 വർഷമാണ് കേരളം പിന്നിട്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് വെല്ലുവിളിച്ചർ നിശബ്ദരായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥർ കോഴ വാങ്ങിയ വിഷയം ഗൗരവതരമെന്നും പ്രധാനമന്ത്രി ഇടപെടണമെന്നും രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. AK ലതീഷ് ഉണ്ട് കോഴിക്കോട് നിന്നും. ലതീഷ്, പറയൂ സമഗ്ര വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിന്റെ. രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷിക ദിനത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ നേട്ടങ്ങളെല്ലാം കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒട്ടും അനായാസമായിരുന്നില്ല യാത്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചു, എങ്കിലും മാറ്റങ്ങൾ പ്രകടമാണ്. ജനങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ്. ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട്. അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് നൽകി വരുന്നത്. മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ED ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ പിടിയിലായത് ഗൗരവമേറിയ വിഷയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഇടപെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ തയ്യാറാകണം. ഇത് ഗൗരവമുള്ള കാര്യമാണ്. ആ ഗൗരവമുള്ള കാര്യം ഞാൻ കാണുന്നത് EDയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പുനഃസംഘാടനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. പരസ്യത്തിനല്ലാതെ മാധ്യമങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പണം നൽകുന്നു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തോട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: നിങ്ങളതിന് പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നില വരുമ്പോൾ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക. സർവകലാശാല VC നിയമനങ്ങളിൽ മുൻ ചാൻസലർ കൂടിയായ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടിയേറ്റത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ജുഡീഷ്യറിയുടെ ശരിയായ ഇടപെടലാണ് ഇക്കാര്യങ്ങളിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോൾ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ്. അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണമെന്നാണ് കാണേണ്ടത്. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, PA മുഹമ്മദ് റിയാസ് എന്നിവർക്കൊപ്പമാണ് മുഖ്യമന്ത്രി 4ാം വാർഷിക ദിനത്തിൽ കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയത്. കേക്ക് മുറിച്ച് മന്ത്രിമാർക്കും മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്.